ആ ബക്കറ്റ് നീല ബക്കറ്റ് നല്ല ബക്കറ്റ് അത് പോയല്ലോ. ബക്കറ്റ് നീലപ്പിടിയുള്ള ബക്കറ്റ് കൊണ്ടുവന്ന ബക്കറ്റ് അരുമയായ ബക്കറ്റ് പോയല്ലോ. ഇന്ന് നമ്മള് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ അനിയനാണ്. അവന് ഒരു മീൻ കച്ചവടമാണ് അവന് ജോലി. അവനൊരു ചെറിയൊരു മിമിക്രിക്കാരനും അതേപോലെ ചെറിയ ചെറിയ അല്ലറച്ചില്ലറ ആക്ടിങ്ങും ഉള്ള ഒരാളാണ്. എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് ആള്. നമുക്ക് നേരിട്ട് അവനോട് കാര്യങ്ങൾ ചോദിച്ചു. സാറേ, എൻ്റെ വിശ്വാസങ്ങൾ നല്ല സുഖം തന്നെ. കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടം വളരെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം അവരേജ് കച്ചവടമൊക്കെ അവരേജ് ഒരു കുടുംബം ഇങ്ങനെ പോവും, അത്ര തന്നെ ഉള്ളൂ. ഓട്ടോക്കാരികളൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം ഓട്ടമുണ്ട്. വണ്ടികൾ ഒരുപാടായില്ലേ, വണ്ടികളായി. അപ്പൊ അതിന്റെ ഒരു ഓട്ടക്കുറവുണ്ട്. ഈ സമയത്ത് ആർക്കും പണികൾ കുറവാണ്. വയനാട് ജില്ലയിൽ ഇപ്പൊ ഓഫീസിന്റെ സമയം ഇപ്പൊ മൊത്തത്തിൽ പണി അടക്കയും കാപ്പി കാണും, അതൊരു പണിയാവും. നീ മിമിക്രി ചെയ്യുന്നു, ആരൊക്കെ ചെയ്യും? ഞാന് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒറ്റക്ക് വണ്ടിയിൽ അങ്ങനെ പോകുമ്പോ കുറെ ആൾക്കാർ കയറി വരും. അല്ലാതെ ചോദിച്ചാൽ നമുക്ക് പറയും, പക്ഷെ ഒന്ന് രണ്ടെണ്ണൊക്കെ നമുക്ക് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് കൊച്ചനെ കാണിച്ചാലോ? ആയിക്കോട്ടെ. ഒരു രണ്ടു വാക്കുള്ളൂ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം വലിയ കലാകാരനൊന്നുമല്ല. പിള്ളാച്ച പിള്ളേര് കടി കാണിച്ച് തന്നത് ശരിയാണോ? പിന്നെ അടുത്ത നമുക്ക് പിന്നെ നമുക്ക് അടുത്തതേ VS അച്യുതാനന്ദ സാറിന് നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി പരിശ്രമിക്കുന്നവനായിരിക്കണം ആര്? ഓട്ടോറിക്ഷക്കാരൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. ജനാർദ്ദനൻ സാറിനെ കാണിക്കുന്നു പറഞ്ഞു. സാർ കാണിക്കും, കാരണം നമ്മൾ വലിയ ഇതായിട്ടൊന്നും ഇല്ല, ചെറുതായിട്ട് നമ്മളിങ്ങനെ മീൻ വെക്കുന്ന സമയത്ത് എന്തൊക്കെ മീനാ വേണ്ടത്? പത്തയുണ്ട്, അയിലയുണ്ട്, ചാളയുണ്ട്, വേണോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നല്ലാണ്ട് വേറൊന്നുമില്ല. ആക്ടിങ് ഇപ്പൊ നമ്മള് കൂടുതലും ചെയ്യുന്നത് നമ്മള് കള്ളുടിയനാവല. കള്ളുടിയാകുമ്പോ നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ, ബീവറേജ് പോണ്ട, ക്യൂ നിൽക്കണ്ട, ഒന്നും വേണ്ട. കുടിയനാവണമെങ്കിൽ ഏറ്റവും പണിയുള്ളൂ ആക്ടിങ്ങിന്. തോർത്തുപണം ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ വെക്കുക. അല്ല, എന്തൊക്കെ ഉണ്ട് മോനെ വിശേഷം? ഇത് നടക്കാൻ പറ്റുന്ന നടന്നാ പോരെ?